ഹെൽത്ത് ഡയലോഗ് സീരീസിലേക്ക് ഏവർക്കും സ്വാഗതം. ഹൈ റിസ്ക് പ്രഗ്നൻസി ആയിട്ടുള്ള ഗർഭധാരണ കേസുകൾ ഇപ്പോൾ കൂടുതലായി കണ്ടുവരുന്നുണ്ട്. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനായി ഗൈനക്കോളജി വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ സിസ്റ്റർ ബെറ്റി നമ്മോടൊപ്പം ചേരുകയാണ്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം ഡോക്ടർ, ഹൈ റിസ്ക് പ്രഗ്നൻസി ഇപ്പോൾ കൂടുതലായി കണ്ടുവരുന്നുണ്ടല്ലോ, ഇതിന്റെ കാരണങ്ങളെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? ഹൈ റിസ്ക് പ്രഗ്നൻസി അതായത് സാധാരണ ഗർഭധാരണത്തെക്കാൾ കുറച്ചുകൂടി അപകട സാധ്യതയുള്ളത്, അതായത് അമ്മയ്ക്കും കുഞ്ഞിനോ അല്ലെങ്കിൽ രണ്ടുപേർക്കുമോ കുറച്ചുകൂടി അപകട സാധ്യത കൂടുതലുള്ള ഒരു അവസ്ഥയ്ക്കാണ് ഈ ഹൈ റിസ്ക് പ്രഗ്നൻസി തന്നെ പറയുന്നത്. നമ്മൾ ഒരു സാധാരണ പ്രഗ്നൻസിയുമായി കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് ഒരു 30% ഇപ്പോൾ ഹൈ റിസ്ക് പ്രഗ്നൻസികൾ കൂടുതൽ കാണുന്നുണ്ട്. അതിന് മുഖ്യമായിട്ടും പല കാരണങ്ങൾ കാണുന്നതിൽ കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കപ്പെട്ടിരിക്കുന്നത്, ഒരു പക്ഷേ ഈ അമ്മ ചില പ്രീ എക്സിസ്റ്റിംഗ് മെഡിക്കൽ ഡിസീസ് നേരത്തെ ഉണ്ടായിരുന്നിരിക്കാം. ഫോർ എക്സാമ്പിൾ, ചിലപ്പോൾ ഹൈ BP അല്ലെങ്കിൽ ഡയബറ്റീസ്, അല്ലെങ്കിൽ ഒരുപക്ഷെ ആരോഗ്യകരമല്ലാത്ത ശരീരഭാരം, ചിലപ്പോൾ ചില സർജറീസ് ഇത് അണ്ടർഗോൺ ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷേ ഇതിന് മുമ്പുള്ള അതിൻ്റെ പ്രഗ്നൻസിയിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ലൈക്ക് പ്രീ ടൈം ലേബറോ അല്ലെങ്കിൽ മാസം തികയതിന് മുമ്പ് വെള്ളം പൊട്ടിപ്പോകുന്ന അവസ്ഥയോ അങ്ങനെയൊക്കെ ഉള്ളതും, പിന്നെ ഒപ്പം മൾട്ടി പാരിറ്റി, അതായത് ചിലപ്പോൾ ഒരു 3 കുഞ്ഞുങ്ങളെക്കാൾ കൂടുതലായിട്ട് 4ാമത്തെ 5ാമത്തെ ഒക്കെ പ്രഗ്നൻസി ആകുമ്പോഴത്തേക്കും ഒരു മൾട്ടി പാരിറ്റി. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും യൂട്രസിന് ടോണൊക്കെ ഒന്ന് സെറ്റ് ആകാനായിട്ട് കുറച്ച് സമയം എടുക്കും പ്രഗ്നൻസിക്ക് ശേഷമൊക്കെ. അപ്പം അതൊക്കെ കൂടുതലായിട്ട് ഈ ഹൈ റിസ്ക് പ്രഗ്നൻസി തന്നെ പെടുന്നതാണ്. അപ്പം തീർച്ചയായിട്ടും ഒരു 30%ഓളം സാധാരണ കേസുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഹൈ റിസ്ക് പ്രഗ്നൻസിയിൽ കാണുന്നുണ്ട്. ഡോക്ടർ, ഹൈ റിസ്ക് പ്രഗ്നൻസി ആണെന്ന് അറിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത്? ഹൈ റിസ്ക് പ്രഗ്നൻസി എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി, ഇതൊരു കുറച്ചുകൂടി അപകട സാധ്യത കൂടുതലുണ്ട്. അപ്പം നമ്മളിപ്പോൾ ഒരു അപകട സാധ്യത കൂടുതലുള്ളതിനൊക്കെ തടയാനായിട്ട് പല നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. അതായത് ഇപ്പം ചിലപ്പോൾ നമ്മളുടെ BP അല്ലെങ്കിൽ ഷുഗർ അത്ര കൺട്രോളിലുള്ള അവസ്ഥ അല്ലെങ്കിൽ അതിനെ ആദ്യം നിയന്ത്രിക്കുക. പിന്നെ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് നമ്മുടെ ശരീരഭാരത്തിൻ്റെ ഒരു നിയന്ത്രണം വരുത്തുകയാണെങ്കിൽ കുറച്ചും കൂടെ ഒബേസിറ്റിയെ കുറച്ചിട്ട് നല്ല രീതിയിൽ നമുക്ക് പ്രഗ്നൻസിയിലേക്ക് പ്രവേശിക്കാൻ പറ്റും. പിന്നെ ചിലപ്പോൾ ചില മരുന്നുകൾ ഓൾറെഡി നമ്മൾ കഴിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഒരു പക്ഷേ പ്രഗ്നൻസി സമയത്ത് ഡോക്ടറിനെ കണ്ടിട്ട് ഈ മരുന്നുകൾ ഞാൻ കഴിക്കുന്നുണ്ട്, ഇതിന് കണ്ടിന്യൂ ചെയ്യാമോ, എനിക്ക് സുരക്ഷിതമുള്ളതാണോ എന്നൊക്കെ ഒന്ന് അറിഞ്ഞ് ആ ഒരു ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഒരു ഡോക്ടർ വിസിറ്റൊക്കെ വെച്ച് നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് തുറന്നു വെച്ച് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഹൈ റിസ്ക് പ്രഗ്നൻസി കുറച്ചും കൂടെ നമുക്ക് സുഗമമായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ട ഒരു ടീം വർക്ക് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഭാഗത്തു നിന്ന് പേഷ്യൻ്റ് അതിനെക്കുറിച്ച് അവെയർ ആയിരിക്കണം, ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർ ആൻഡ് ടീം അവരും കൂടെ അതിനെക്കുറിച്ചൊരു അവെയർ ആയിരിക്കണം, എന്ത് കേസാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നതെന്ന്. ഡോക്ടർ, ഇത്തരത്തിൽ പ്രസവം നടന്നു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് പ്രത്യേക പരിചരണത്തിന്റെ ആവശ്യമുണ്ടോ? തീർച്ചയായിട്ടും. കാരണം നമുക്ക് അപകട സാധ്യത എന്ന് പറയുന്ന അമ്മയ്ക്ക് മാത്രമല്ല കുഞ്ഞിനും ഉണ്ട്. അപ്പം അമ്മയുടെ അപകട സാധ്യതകൾ നമ്മൾ നേരത്തെ മുതൽ കണ്ട് അതനുസരിച്ചുള്ള ഒരു ഫോളോ അപ്പ് ഒക്കെ ചെയ്ത് ഒരു 9 മാസമൊക്കെ പൂർത്തിയാക്കി കഴിഞ്ഞ് കുഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ ആ ഒരു സെറ്റപ്പും നമ്മൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്യേണ്ടതാണ്. കാരണം കുറച്ചും കൂടി ലെവൽ 2 to 3 ഒരു NICU ഫെസിലിറ്റി ഒക്കെ ഉള്ള സ്ഥലത്ത് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ഇതുപോലുള്ള കുഞ്ഞുങ്ങളെ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് കുറച്ചുകൂടി എളുപ്പമുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഔട്ട്കം തന്നെ നല്ലൊരു ഫ്രൂട്ട്ഫുൾ ആയിരിക്കും. കാരണം പലർക്കും ഇങ്ങനത്തെ ഹൈ റിസ്ക് പ്രഗ്നൻസിയിൽ അവർക്ക് BP കാണാം, ഷുഗർ കാണാം. അപ്പോൾ ചിലപ്പോൾ നമുക്ക് മാസം തികയതിന് മുമ്പ് തന്നെ ചിലപ്പോൾ നമുക്ക് കൺഫൈൻമെൻറ്റ് അല്ലെങ്കിൽ പ്രസവത്തിലേക്ക് നമുക്ക് പോകേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു കുഞ്ഞ് പുറത്ത് വന്നു കഴിഞ്ഞാൽ ആ കുഞ്ഞിൻ്റെ കൂടുതൽ പരിചരണം ആവശ്യമുള്ള നല്ല ഫെസിലിറ്റി ഉള്ള NIC സെറ്റപ്പോട് കൂടിയ ആശുപത്രികൾ തന്നെയാണ് നമ്മൾ ഇങ്ങനെയുള്ള ഹൈ റിസ്ക് പ്രഗ്നൻസിക്ക് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. ഡോക്ടർ, ഹൈ റിസ്ക് പ്രഗ്നൻസിയിലേക്ക് നയിക്കാതിരിക്കാൻ എന്തെങ്കിലും മുൻകരുതൽ എടുക്കേണ്ടതുണ്ടോ? പ്രഗ്നൻസി അല്ലെങ്കിൽ ഗർഭധാരണം എന്നതൊക്കെ ഒരു സ്വപ്നമാണ് അല്ലേ. തീർച്ചയായിട്ടും ഇത് ഒരു ദൈവത്തിൻ്റെ ദാനമാണ്. അപ്പോൾ ആ ഒരു ഗിഫ്റ്റ് സ്വീകരിക്കാനായിട്ട് നമ്മൾ തന്നെ കുറച്ചുകൂടി ഒരുക്കാനുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ, നമ്മളൊരു വിത്ത് ഇടുമ്പോൾ ആ വിത്ത് വളരാൻ ആവശ്യമായ നനവും നല്ല മണ്ണും നമുക്ക് ഒരുക്കാറുണ്ട്. അപ്പോൾ അതുപോലെ ഇങ്ങനൊരു കുഞ്ഞിനെ നമ്മൾ സ്വീകരിക്കുന്ന സമയത്ത് എൻ്റെ ഗർഭപാത്രം അല്ലെങ്കിൽ ആ പ്രഗ്നൻസി ഉൾക്കൊള്ളാൻ തക്ക വിധം ഞാൻ സന്നദ്ധമാണോ അല്ലെങ്കിൽ സജ്ജമാണോ എന്ന് നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഓൾറെഡി ചില പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസൊക്കെ ഉണ്ടെങ്കിൽ BP കൺട്രോൾ അല്ലെങ്കിൽ ഷുഗർ കൺട്രോൾ, പിന്നെ ഈ നാളുകളിൽ കൂടുതലായി കാണുന്നതാണ് കുറച്ച് ഒബേസിറ്റി, അതായത് അമിതമായ ശരീരഭാരം. അപ്പോൾ അത് തന്നെ നമ്മളെ BPയിലേക്കും ഷുഗറിലേക്കും അല്ലെങ്കിൽ പ്രഗ്നൻസി കോംപ്ലിക്കേഷനിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിയന്ത്രണമായ രീതിയിലുള്ള ശരീരഭാരത്തിലേക്കൊക്കെ വന്ന് പിന്നെ കുറച്ചുകൂടെ നമ്മുടെ മരുന്നുകൾ ഓൾറെഡി കഴിക്കുന്ന ചില മരുന്നുകളുടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വിത്ത് ഡോക്ടർ കൺസൾട്ടേഷൻ അങ്ങനെയൊക്കെ ചെയ്തു വരികയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഒരുങ്ങി മെൻ്റലി ആൻഡ് ഫിസിക്കലി പ്രിപ്പയർ ആയിട്ട് നമുക്ക് ഈ ഗിഫ്റ്റിനെ അല്ലെങ്കിൽ ഈ പ്രഗ്നൻസിയെ നമുക്ക് സ്വീകരിക്കാൻ പറ്റും. ഹൈ റിസ്ക് പ്രഗ്നൻസി അമ്മയെയും കുഞ്ഞിനെയും ഒരേപോലെ ബാധിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് നമുക്ക് കുറച്ചുകൂടി പ്രിപ്പയർ ആയിട്ട് പ്രഗ്നൻസിയിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ, ഉദാഹരണത്തിന് നമ്മുടെ ശരീരത്തിൻ്റെ ശരീരഭാരം നിയന്ത്രിച്ചും
ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ചില മെഡിക്കൽ ഡിസോർഡേഴ്സ് ലൈക്ക് BP, ഷുഗർ ഒക്കെ കൺട്രോളിലേക്ക് വരുത്തിയും പിന്നെ കുറച്ചുകൂടി കഴിക്കുന്ന മരുന്നുകൾ എന്താണെന്നൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രഗ്നൻസിക്ക് മുമ്പ് തന്നെ അതിന് വേണ്ടിയിട്ടുള്ള കൺസൾട്ടേഷൻ നടത്തി മരുന്നൊക്കെ അതിൻ്റെ പാകമായ രീതിയിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തും ഒരുങ്ങി ഈ ഒരു പ്രഗ്നൻസിയിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു ഔട്ട്കം ഫ്രൂട്ട്ഫുൾ ആയിട്ട് നമുക്ക് മുൻപോട്ട് പോകാൻ പറ്റും. അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യം നമുക്ക് കാത്തുസൂക്ഷിക്കാൻ പറ്റും. താങ്ക് യു.